പാനൂരിലെ ബോംബ് സ്ഫോടന കേസിൽ അറസ്റ്റിലായവരിൽ ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക നേതാക്കളുണ്ട്. ആ വെടിയുണ്ട് എന്റെ നേർക്കല്ലേ വരുന്നത്. അതിന് സംസ്ഥാന സെക്രട്ടറി തന്നെ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ചോരയിൽ കുളിച്ചു കിടന്നവരെ വാരിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചവരാണ് എന്നാണ് പാർട്ടി സെക്രട്ടറിയുടെ വിശദീകരണം. പഴയ രക്ഷാപ്രവർത്തനം മോഡൽ. കടുങ്ങാമ്പോയിൽ യൂണിറ്റ് സെക്രട്ടറിയും കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറിയും മീത്തലക്കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറിയും ഓടിയെത്താൻ പാകത്തിൽ ഓണിവർ മാർക്ക് പറഞ്ഞു നിന്നതാണ് ഇത്തിരി കടുപ്പം. എന്നോടുള്ള അസൂയ എനിക്കതല്ല സംശയം. ആരായിരിക്കും അയാളോട് കൊണ്ടുവന്നത്? ശരി, എന്നിട്ടോ ഈ രക്ഷാപ്രവർത്തകരെ ഓടിയെത്തിയ ഒരുപാട് ആളുകളിൽ ചിലർ ഡിവൈഎഫ്ഐ പ്രവർത്തകരായിപ്പോയി എന്നതാണല്ലോ. അപ്പൊ അത്രയും പേരും ദൃക്സാക്ഷികളാണ്. മിസ്റ്റർ ദിഗംബരൻ, തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായം. ഈ പാവപ്പെട്ട ചെറുപ്പക്കാർ രക്ഷാപ്രവർത്തകരാണ് എന്നതിന് എന്നിട്ട് അവരെ നമ്മുടെ കേരള പോലീസ് പിടിച്ചകത്തിട്ടു. കാബാലികന്മാർ അതേ ചെയ്യൂ എന്നറിയാവുന്നത് കൊണ്ട് മുഖ്യ രക്ഷാപ്രവർത്തകൻ ഷിജാൽ ഒളിവിലുമാണ്. എല്ലാവരും സ്വീകരിക്കും, മലയാളികൾ എല്ലാവരും സ്വീകരിക്കും. വഴിയിൽ സമരം നിൽക്കുന്നവരുടെ തല പൂച്ചട്ടിക്ക് അടിച്ചു പൊട്ടിച്ചാൽ അത് രക്ഷാപ്രവർത്തനം. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. ബോംബ് നിർമ്മാണത്തിനിടെ ഇത്തരത്തിൽ ആളുകൾ മരിക്കുന്നു. ആ കേസിൽ ഒളിവിൽ പോയി ചിലർ അറസ്റ്റിലാകുന്നു. അതും രക്ഷാപ്രവർത്തനം. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന്? എങ്ങനെയാണ് ഇങ്ങനെ വിശദീകരിക്കാൻ കഴിയുന്നത്? ആശുപത്രിയിൽ എത്തിച്ച രക്ഷാപ്രവർത്തകരാണെങ്കിൽ ഷിജാൽ എന്തിനാണ് ഒളിവിൽ പോയിരിക്കുന്നത്? അപ്പൊ കേരള പോലീസിന് അത്ര വിശ്വാസമുള്ളത് കൊണ്ടാണോ? ഡിവൈഎഫ്ഐക്കാരെ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് കേസിൽ കുരുക്കിയപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾ ഒളിവിൽ പോകുന്നത് എന്താ അതിശയിക്കുന്നത്? അത് സ്വാഭാവികമല്ലേ? പോലീസിന്റെ കയ്യിൽ അകപ്പെടാതെ കണ്ട്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലീസിന്റെ കയ്യിൽ അകപ്പെടാതെ കണ്ട് നിരപരാധികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ രക്ഷാമാർഗം സ്വീകരിക്കുക എന്നുള്ള അതിനു മുൻപ് ഒളിവിലാണ്. അവിടെ സാങ്കേതിക പ്രശ്നം അങ്ങ് പറഞ്ഞതിൽ മറ്റുള്ളവരെ നിരപരാധികളെ അറസ്റ്റ് ചെയ്യുന്നത് കണ്ട് പേടിച്ച് പാത്തിരിക്കുകയാണ് എന്ന് പറയുന്ന അവിടെ വിലപ്പോകില്ല. കാരണം ഇന്നലെയാണ് അമൽ ബാബു അറസ്റ്റിലാവുന്നത്. ഇന്നലെ വൈകുന്നേരം 6:30 മണിയോട് കൂടി ഏതാണ്ട് കണ്ടാൽ പോലീസുകാരങ്ങ് പിടിച്ചോണ്ട് പോയി കളയുമെന്ന പേടിയല്ല. അത് പിന്നെ തിരഞ്ഞെടുപ്പ് കാലത്ത് കാണാനല്ല എന്ന് നല്ല ബോധ്യം എല്ലാവർക്കും ഉള്ളത് കൊണ്ടാണ് ഈ ബോംബും ഉണ്ടാക്കുന്നത്. എന്തിനാണ് നാട്ടുകാരുടെ നിരപരാധികളുടെ നെഞ്ചത്ത് വെച്ച് പൊട്ടിക്കാനുള്ളതാണോ എന്നൊരു ചോദ്യം ഉയരുന്നത്. ഞാൻ ചോദിക്കുന്നത് ഷിജാൽ, അങ്ങയോട് ഞാൻ ചോദിച്ചത് ഷിജാൽ എന്തിനെങ്കിലും ഒളിവിൽ പോയി? ഷിജാൽ എന്തിനെങ്ങനെ ഒളിവിൽ പോയി? ഒരു ഒത്തുതീർപ്പാകാം എങ്കിലേ നമ്മൾ രണ്ടും രക്ഷ. അല്ല, ഷിജാല് ഒളിവിൽ പോയ എന്താണെന്നുള്ളൊരു അത് ഷിജാല് തന്നെ വെളിപ്പെടുത്തേണ്ട വസ്തുത. അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ വിഷയം എന്തുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, CPM പോലൊരു പാർട്ടി വിജയം ഉറപ്പാണെങ്കിൽ രാഷ്ട്രീയം എനിക്കത് മനസ്സിലാവില്ല.